അനിൽ ബാലചന്ദ്രൻ വീണ്ടും കോഴിക്കോട് വരുന്നു. ഇങ്ങനെ ഒരു പോസ്റ്റർ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അനിൽ ബാലചന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും. കോഴിക്കോട് ക്ലാസ് എടുത്തു, തെറി പറഞ്ഞു, അങ്ങനെ ആൾക്കാരത് ചോദ്യം ചെയ്തു. അവിടെ കൂടിയ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അങ്ങനെ പ്രശ്നമായി. അങ്ങനെ അദ്ദേഹം അന്ന് കോഴിക്കോട് നിന്ന് പോയതാണ്. പിന്നീട് അദ്ദേഹം ആ പരിസരത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും അദ്ദേഹം കോഴിക്കോട്, ഞാനിതാ വീണ്ടും കോഴിക്കോട്ടേക്ക് വരുന്നു, നമുക്കിനി കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായ സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അദ്ദേഹം 4-5 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് ആദ്യം തന്നെ പേയ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ അദ്ദേഹം ക്ലാസ്സിന് വന്നു. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം തൻ്റെ മുന്നിലിരിക്കുന്ന ബിസിനസ്സുകാരൻ മുഴുവനും അദ്ദേഹം തെറി പറഞ്ഞു. അങ്ങനെ ആളുകൾ ചോദ്യം ചെയ്തു. അങ്ങനെ പരിപാടി കുളമായി. അങ്ങനെ അദ്ദേഹത്തിന് അവിടുന്ന് പറഞ്ഞയച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് അന്ന് ശരിക്ക് ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ 4-5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. 2 മണിക്കൂർ നേരത്തെ ക്ലാസ്സാണ് അദ്ദേഹത്തിന് നിങ്ങൾ ഈ 4-5 ലക്ഷം കൊടുത്തതെങ്കിൽ ശരിക്കും വേണ്ടിയിരുന്നത്, ഇപ്പോൾ ഒരു 1/4-3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾ അയാൾ തെറി പറഞ്ഞു, അങ്ങനെ ക്ലാസ് മുടങ്ങിയാൽ അദ്ദേഹത്തിനെ കൊണ്ട് അവിടുന്ന് ഒരു 4 മണിക്കൂറെങ്കിലും മാന്യമായ രൂപത്തിൽ ക്ലാസ് എടുപ്പിച്ചിട്ട് വിടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ 4-5 ലക്ഷം കൊടുത്തു, അദ്ദേഹം 1/4-3/4 മണിക്കൂർ ക്ലാസ് എടുത്തു, അദ്ദേഹം പോയി. അദ്ദേഹത്തിന് ഒരു സൗകര്യമായിട്ടാണ് അയാൾ കരുതുന്നത്. ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം വീണ്ടും കോഴിക്കോട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും മോട്ടിവേഷൻ വേണം. അപ്പോൾ മോട്ടിവേഷൻ ഇല്ലാതെ ഒന്നും നടക്കുകയില്ല എന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് മോട്ടിവേഷൻ, വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ മോട്ടിവേഷൻ എന്ന് വേണ്ട എല്ലാ കാര്യത്തിനും ഇപ്പോൾ മോട്ടിവേഷൻ വേണം. അപ്പോൾ മോട്ടിവേഷൻ എന്നുള്ളത് വലിയൊരു തൊഴിൽ സാധ്യതയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോഴ്സ് വേണമെങ്കിൽ ആ മേഖലയിൽ തുടങ്ങാൻ കഴിയും. ഇപ്പോൾ 10ാം ക്ലാസ് പ്ലസ് ടുവിനൊക്കെ പഠനം കഴിഞ്ഞ കുട്ടികൾ നല്ല സംസാരിക്കാനും ഒക്കെ കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാം എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സ് തുടങ്ങിയാൽ, കാരണം ഇനി വരാനുള്ള കാലം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മോട്ടിവേഷൻ, വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ, ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ അതിന് മോട്ടിവേഷൻ, പിന്നെ ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെ ഉറങ്ങാം അതിന് വേണ്ട മോട്ടിവേഷൻ, പിന്നെ കുളിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ കുളിക്കാം, അങ്ങനെ തുടങ്ങി അങ്ങനെ ഇനി നമ്മൾ ഒരാൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ മോട്ടിവേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ കേരളത്തിലെ ആളുകൾ എത്തിച്ചേർന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്, ഇവിടെ ഒരു തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. ഒരു കോഴ്സൊക്കെ തുടങ്ങിയാൽ അത് വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ആ മേഖലയിലേക്ക് കടന്നു വരാൻ, കാരണം ഇപ്പോൾ കേരളത്തിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് ആളുകളെ നമ്മൾ കൊണ്ടുപോയാൽ അവിടെ വലിയൊരു തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകളൊന്നും അവർ നടത്തുന്ന മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരു ബിസിനസ്സിനെ കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന വ്യക്തി അദ്ദേഹം ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഏതൊരു കാര്യത്തിനും ഒരാളെ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ കൊടുക്കുന്നയാൾ അതിൽ എക്സ്പേർട്ട് ആണോ അല്ലയോ അതാണല്ലോ ഏറ്റവും പ്രധാനം. ഇപ്പോൾ നല്ല ബിസിനസ്സിൽ ഒരുപാട് കാലം ബിസിനസ് നടത്തി വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ അതിനൊരു നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം അദ്ദേഹം ബിസിനസ് നടത്തി വിജയിച്ച ആളാണ്. ഇതിപ്പോൾ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതൊരു പ്രത്യേക ഒരു ശൈലിയിലാകുമ്പോൾ കേൾക്കുന്ന ആളുകൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ആ ഒരു എനർജി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകും സംശയമാണ്. മാത്രമല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകൾ ആ ക്ലാസ്സിന് അയാൾ അർഹനാണോ എന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ബിസിനസ്സിൽ വിജയിച്ച ആളാണ് ബിസിനസ്സിന് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള പഠനരംഗത്ത് വിജയിച്ച ആളുകൾ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചിങ് മേഖലയിൽ വിജയിച്ച ആളുകൾ, ആ മേഖലയിലുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അല്ലാതെ ഇപ്പോൾ ഇത് ബിസിനസ്സായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾ വരുന്നു, ഒരുപാട് 1-2 മണിക്കൂർ നിന്ന് വാചാലനാവുന്നു, ഒരുപാട് ഡയലോഗുകൾ അടിക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് 4-5 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബിസിനസ്സിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസും അനുഭവങ്ങളും തന്നെയാണ് ഏറ്റവും പ്രധാനം.